ലൈംഗിക ബന്ധത്തിനു ശേഷം ഉടനെ മൂത്രമൊഴിച്ചാൽ വരാത്ത രോഗം ഏതാണ്? ഓപ്ഷൻസ്: എയ്ഡ്സ്, മൂത്രക്കല്ല്, അണുബാധ, ഹൃദ്രോഗം. ലൈംഗിക ബന്ധത്തിനു ശേഷം ഉടനെ മൂത്രമൊഴിച്ചാൽ വരാത്ത രോഗം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം: അണുബാധയാണ്. രണ്ടാമത്തെ ചോദ്യം: സ്ത്രീകൾക്ക് ലൈംഗിക വികാരം കൂടി നിൽക്കുന്ന ശരീരഭാഗം ഏതാണ്? ഓപ്ഷൻസ്: സ്തനം, യോനി, കഴുത്ത്, ചുണ്ട്. സ്ത്രീകൾക്ക് ലൈംഗിക വികാരം കൂടി നിൽക്കുന്ന ശരീരഭാഗം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം: യോനിയാണ്. മൂന്നാമത്തെ ചോദ്യം: പ്രതിരോധശേഷി കൂടാൻ ഏത് വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഉത്തമം? ഓപ്ഷൻസ്: ചൂടുവെള്ളം, തണുത്ത വെള്ളം, കടലിലെ വെള്ളം, പുഴയിലെ വെള്ളം. പ്രതിരോധശേഷി കൂടാൻ ഏത് വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഉത്തമമെന്നാണ് ചോദ്യം. ഉത്തരം: തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ്. നാലാമത്തെ ചോദ്യം: രാത്രി പെട്ടെന്ന് ഉറക്കം വരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണ്? ഓപ്ഷൻസ്: നടക്കുക, ഭക്ഷിക്കുക, വിശ്രമിക്കുക, കുളിക്കുക. രാത്രി പെട്ടെന്ന് ഉറക്കം വരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ് ചോദ്യം. ഉത്തരം: കുളിക്കുകയാണ്. അഞ്ചാമത്തെ ചോദ്യം: എന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: സ്തനം ചെറുതാകും, നിതംബം വലുതാകും, സ്തനം വലുതാകും, ദേഷ്യം കുറയും. എന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളിൽ സംഭവിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം: സ്തനം വലുതാകും. ആറാമത്തെ ചോദ്യം: ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുള്ള സ്ത്രീകളുടെ ലക്ഷണം എന്താണ്? ഓപ്ഷൻസ്: തടിച്ചവരായിരിക്കും, നിതംബം വലുതായിരിക്കും, സ്തനം വലുതായിരിക്കും, മെലിഞ്ഞവരായിരിക്കും. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുള്ള സ്ത്രീകളുടെ ലക്ഷണം എന്താണെന്നാണ് ചോദ്യം. ഉത്തരം: മെലിഞ്ഞവരായിരിക്കും. ഏഴാമത്തെ ചോദ്യം: അമിതമായി കുടിച്ചാൽ വൃക്കയ്ക്ക് തകരാറുണ്ടാകുന്ന പാനീയം ഏതാണ്? ഓപ്ഷൻസ്: മോര്, കട്ടൻ ചായ, ജ്യൂസ്, ഇളനീർ. അമിതമായി കുടിച്ചാൽ വൃക്കയ്ക്ക് തകരാറുണ്ടാക്കുന്ന പാനീയം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം: കട്ടൻ ചായയാണ്. എട്ടാമത്തെ ചോദ്യം: കൊളസ്ട്രോളിൻ്റെ അളവ് കുറവുള്ള ഭക്ഷണം ഏതാണ്? ഓപ്ഷൻസ്: കാടമുട്ട, ചോറ്, ചിക്കൻ, പന്നിയിറച്ചി. കൊളസ്ട്രോളിൻ്റെ അളവ് കുറവുള്ള ഭക്ഷണം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം: ചിക്കനാണ്. ഒമ്പതാമത്തെ ചോദ്യം: ഏത് സമയമാണ് നടത്തത്തിന് ഏറ്റവും ഉത്തമം? ഓപ്ഷൻസ്: പുലർച്ചെ, ഉച്ചയ്ക്ക്, സായാഹ്നം, രാത്രി. ഏത് സമയമാണ് നടത്തത്തിന് ഏറ്റവും ഉത്തമം? ഉത്തരം: പുലർച്ചെയാണ്. പത്താമത്തെ ചോദ്യം: ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് അണലി വിഷം ബാധിക്കുന്നത്? ഓപ്ഷൻസ്: തലച്ചോറ്, ഹൃദയം, വൃക്ക, ശ്വാസകോശം. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് അണലി വിഷം ബാധിക്കുന്നതെന്നാണ് ചോദ്യം. ഉത്തരം: വൃക്കയാണ്. ഇനി നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: എമു പക്ഷികൾ എത്ര മുട്ടകൾ വരെ ഇടാറുണ്ട്? ഓപ്ഷൻസ്: 15, 25, 30, 50. എമു പക്ഷികൾ എത്ര മുട്ടകൾ വരെ ഇടാറുണ്ടെന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക.